നിങ്ങൾക്കുള്ള ഇരട്ടത്താപ്പ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വയനാടിനെ മുൻനിർത്തി മരണപ്പെടേണ്ട വന്ന നിസ്വരായ മനുഷ്യരുടെ ശവം ചൂണ്ടിക്കാട്ടി കോടികൾ പിരിച്ച് കട്ടുമുടിച്ച കോൺഗ്രസിൽ നിന്ന് ഇതല്ലാതെ മലയാളികൾക്ക് യാതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഒറ്റ വാചകൂടെ പറയാൻ ആങ്കർ എനിക്ക് അവസരം നൽകണം. ഇത് പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇവരിങ്ങനെ. ഈ സംഘമെങ്ങാനും ഭരണത്തിലുണ്ടായിരുന്നെങ്കിലോ? ഇവരാണ് പറയുന്നത് ഈ ഇത്രയും വലിയ ശവത്തെ ചൂണ്ടിക്കാട്ടി കോടികൾ തട്ടിയെടുത്തതിന് ശേഷവും ഇപ്പോൾ ഹരിയാനയിലെ ബാഗൽ മണ്ഡലത്തെ ചൂണ്ടിക്കാട്ടി 7 കോടിയോളം തട്ടിയെടുത്ത ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് സംഘടിത തസ്കര സംഘമായി നിന്നിട്ടാണ് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെ മാറ്റി ഞങ്ങളെ ഭരണത്തിലേൽപ്പിക്കണമെന്ന്. ഇവരെങ്ങാനുമാണ് കേരളം ഭരിച്ചിരുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിന് 4 വീല് ഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയില്ല എന്ന് ആര് കണ്ടു? ആ മാതിരി സംഘടിത തസ്കര സംഘമാണെന്നാണോ ജയിക്ക് പറയുന്നത്? എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോഴോ 1.5 വർഷം വൈകിയില്ലേ? കുറുവാ സംഘം എന്നുള്ള പേരാണോ ജയിക്ക് ഇടുന്നത്? സംശയം എന്താണ്? സംഘടിത തസ്കര സംഘമല്ല ഇവർ, സംഘടിത തസ്കര സംഘം. സംശയം എന്താണ്? 300 സെന്റുള്ള ഭൂമിയിൽ 330 പേർക്ക് വീട് പണിയാന്ന് പറഞ്ഞിട്ട് അവർ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ശവം ചൂണ്ടിക്കാട്ടി കോടികൾ കട്ടുമുടിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വെളുക്കച്ചിരിയോടെ കതർധാരികളായി നടക്കുന്ന ആളുകളെ നോക്കി പിന്നെ എന്ത് വിളിക്കണമെന്നാണ്? വീരപ്പൻ ഇവരെ കണ്ട നാണം വരില്ലേ?